Praise the Lord. Praise the Lord. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the glorious name of our Lord be glorified this morning. ഈ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ ഇവിടെ ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവ അവസരം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം. I thank the Lord for this opportunity to worship with you in this place this morning in the new year. ഇവിടുത്തെ ദൈവദാസൻ കുടുംബം അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ബ്രദർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക. I extend my warm greetings to everyone that is present here in this place, our brothers, sisters, pastor and his family as well. Praise the Lord. പ്രിയ ജസൻ, പ്രിയ ഗ്ലോറിയ, പ്രിയ കുഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കാരാണ്. Praise the Lord. I'm related to Jesnachan and family. Praise the Lord. പ്രിയ സാംപാസ്റ്ററിൻ്റെ മൂത്ത പെങ്ങളെയാണ് എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. My brother has been married to Sam Pastor's older sister. Praise the Lord. ഇന്ന് പകല് പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ അവസരം നൽകിയതോർത്ത് സ്തോത്രം. I thank the Lord for this opportunity to worship together with them as well. Praise the Lord. ഞാൻ ഇവിടെ വരാനുള്ള കാരണം പാസ്റ്റർ സിജു കാരണമാണ് വരാനിടയായത്. I was able to come here through our contact Pastor Siju. Praise the Lord. 1998 ഞങ്ങൾ മംഗലാപുരത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ അവിടെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പഠിക്കാൻ വന്നതാണ് സിജു. Siju uncle came to study physiotherapy in 1998 in a place in Kerala. അദ്ദേഹത്തെ കാണുവാനും സുവിശേഷം പറയാനും അദ്ദേഹത്തെ രക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാനും ദൈവ അവസരം നൽകി. And the Lord gave me the opportunity to speak with him, to share the gospel, to baptize, to help him in faith. അത് കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനേക പ്രിയപ്പെട്ടവർ വിശ്വാസത്തിൽ വരുവാൻ ഇടയായി. And as a result, through him, many people from his family came to the faith as well. ആ കുടുംബം ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. And that family has helped me and my family a lot as well. അദ്ദേഹം മൈസൂരിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അനേക പ്രാവശ്യം പോയി ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. And when he was working in Mysore, I was able to go many times and minister there as well. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ഒരു അവസരം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച വെളുപ്പിനെ എനിക്ക് ഇവിടെ വരുവാനിടയായി. And I used to pray that once he's been here that I would minister here as well. I came here Monday morning. ഞാൻ ടൊറന്റോയിൽ വന്നിട്ട് ഇപ്പം ജനുവരി 22 ആകുമ്പോൾ ഒരു വർഷമാകും. And that I came to Toronto and January 22 will be 1 year. ഞാൻ ശുശ്രൂഷയിൽ നിന്ന് ഒരു വർഷത്തെ അവധി എടുത്താണ് പോരുന്നത്. മാർച്ച് മാസം ഞങ്ങൾ മടങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. And that I took 1 year off from ministry and I'll be going back in March. Praise the Lord. 2025 എൻ്റെ ശുശ്രൂഷയിൽ 40 വർഷം തികഞ്ഞു. 2026 പ്രവേശിച്ചപ്പോൾ 41 വർഷത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവസരം നൽകി. January 2025 would be 40 years in the ministry. 26 would be 41st year. Praise the Lord. ഇതുവരെ നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I give all glory to God who has led me thus far. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും ഒക്കെ സുവിശേഷ വേലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയിലൊന്നും പതറിപ്പോകാതെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയോർത്ത് ഈ പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. There have been great difficulties and things that have been through in ministry, but the Lord who has upheld me thus far. Praise the Lord. കർത്താവ് ദേവദാസൻ പറഞ്ഞതുപോലെ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കാണുകയില്ല. And as the man of God said, if the Lord been not on our side, I would not be here today. Praise the Lord. കണി പൊട്ടി പോകുന്നത് പോലെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം പറയുക. We thank the Lord for the way he's leading us day by day with freedom. 2026 ആമേൻ പുതിയ വർഷത്തിൽ പ്രവേശിച്ച് ഞാനും നിങ്ങളും പുതിയ തീരുമാനത്തോടു കൂടി വേണം ഈ ദിവസങ്ങളിൽ പോകുവാൻ. And as we enter into 2026, we must go forward with new decisions and resolutions. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും ദൈവദാസനത് ഓർപ്പിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും പരിശുദ്ധാത്മാവിന്റെ ആലോചനയും പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും ഞാൻ നിങ്ങൾ കേൾക്കുന്നവരായി തീരണം. We should be led by the Holy Spirit, hearing his voice and his direction in our life. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ആത്മാവാണ്. And as we read the Holy Scriptures, the Holy Spirit speaks to us. 2025 ദൈവശബ്ദ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? Has the Holy Spirit spoken to you in 2025? ഇല്ലെങ്കിൽ ഈ 26 ആരംഭത്തിൽ പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ ആത്മാവിനോട് സംസാരിക്കണം. If not in 2026, you must begin to pray, Holy Spirit, you must speak to my spirit. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് 15,000 ശബ്ദങ്ങൾ കേൾക്കാനുള്ള ശക്തി നമ്മുടെ ചെവിക്കുണ്ടെന്നാണ്. I read in a book that our ears are able to distinguish between 10,000 different sounds. 50,000 different times. Praise the Lord. അപ്പോൾ ആ ശബ്ദങ്ങൾ എല്ലാം നമ്മുടെ ചെവിക്കകത്ത് ആഞ്ഞടിക്കും. Praise the Lord. And all those sounds, they come into our ear and we can recognize them. എന്നാൽ അതിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാനും
ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. And it പ്രൈസ് ദി is ലോർഡ്. true that you must remember the Lord has prepared for the sound of the Holy Spirit for us to hear as well. നമ്മൾ കേൾക്കുന്ന ലോകത്തിന്റെ ശബ്ദമാണ്. But we hear the voice of the world. ഞാൻ അബ്രഹാമിനെ ഉദാഹരണമായിട്ട് പറയട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ ദാസന്മാരുണ്ട്, ആടുമാടുകളുണ്ട്, അഭ്യാസികളുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹമാണ് തൻ്റെ മുൻപിലുള്ളത്. And let me give you Abraham as an example. In his house he has maids, maidesses, and other men who are in his family. ഈ ശബ്ദമെല്ലാം കേൾക്കുന്നതിന്റെ ഇടയിലും താൻ ദൈവശബ്ദം കേട്ടു And in the എന്നുള്ളതാണ്. midst of this large crowd and their noise, he heard the voice of God. അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. Praise But the more Lord. importantly, he ഇന്ന് രാത്രി ഞാൻ recognized it. ചോദിക്കട്ടെ, ആത്മാവ് നിന്നോട് സംസാരിക്കുന്നത് തിരിച്ചറിയുവാൻ എത്ര പേർക്ക് This morning, let സാധിച്ചിട്ടുണ്ട്? me ask you, how many of you recognize the voice of ഹല്ലേലൂയ. God? അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ If that has not ഇന്ന് മുതൽ happened, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവമേ, ഈ ശബ്ദങ്ങളുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ, കേട്ടുകൊണ്ട് ഈ 2026 ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. if it has not happened thus far, you must pray to the Lord that you will hear the voice of God and to recognize it in this new year. അതിനായി നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ And I പ്രാർത്ഥിക്കുന്നു. pray that the Lord help you all do that. സമയത്തെ ചിന്തയ്ക്കായി റോമാലേഖനം 8-ാമത്തെ വാക്യം. And for a short time of thinking of scripture, let's turn to Romans chapter 8 verses 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. For if I consider that the sufferings of the present time are not worthy to be compared with the glory which shall be revealed in us. ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ദൈവാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്. The Holy Spirit mentions two things in this verse. ഒന്ന് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. Number one, the glory to be revealed in us. രണ്ടാമത്തേത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ. Number two, the sufferings of this present time. Praise the Lord. Amen. Hallelujah. Amen. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമാണല്ലോ റോമാലേഖനം. We understand Romans was written by Apostle Paul. റോമാലേഖനം വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അടങ്ങിയ ലേഖനങ്ങളാണ്. Romans is very important when it comes to doctrine. റോമിൽ അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭയല്ലായിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. And the church there was the church established by the apostles in Rome. Not established. Praise the Lord. Amen. Hallelujah. അപ്പോൾ അപ്പോസ്തലന്മാരാൽ അല്ലാത്ത സഭകൾ അവിടെ ഉണ്ടായിരുന്നു. And there were many believers who were not of this അവസാന church. ഭാഗത്തേക്ക് വരുമ്പോൾ വീട്ടിൽ നടക്കുന്ന 5 ആരാധനകൾ അവിടെ പറയുന്നുണ്ട്. And towards the end we can see 5 house churches in Rome. എഫേസോസിൽ നിന്ന് റോമിലേക്ക് വലിയ രാജപാത ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുകയാണ്. And we see that there was a huge group of people that came from Ephesus to Rome. പ്രൈസ് ദി ലോർഡ്. ഈ വഴിയിൽ കൂടെ അവര് ബിസിനസ്സിനായി, ജോലിക്കായി, മറ്റു കാര്യങ്ങൾക്കായി എഫേസോസിൽ നിന്ന് റോമിലേക്ക് ജനം കടന്നുപോയിക്കൊണ്ടിരുന്നു. And people used to go from Ephesus to Rome to do business and other things in their life. അതിൽ പൗലോസിനാൽ രക്ഷിക്കപ്പെട്ട പലരും അവിടെ കടന്നു And there are ചെല്ലുവാനിടയായി. many who were saved through Paul and his ministry. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ അവർ താമസിച്ച വീട്ടിൽ ചെറിയ ചെറിയ കൂടിവരവുകളായി And നടക്കുവാനിടയായി. many who were saved started small meetings in their own homes as house അങ്ങനെയുള്ള churches. സഭയ്ക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം ആവശ്യമായി വന്നതിനാൽ പൗലോസ് അവിടെ എത്തിയിട്ടില്ലെങ്കിലും റോമിലെ വിശ്വാസികൾക്ക് വേണ്ടി ഉപദേശപരമായ ലേഖനമായി റോമാലേഖനം എഴുതുവാനിടയായി. And because these house churches and these believers still needed doctrine, Paul wrote this letter to them, these small meetings in these small houses. റോമാലേഖനം ദൈവനീതിയെക്കുറിച്ച് അല്ലെ നീതീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. And we read in Romans about the justification of God. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന നീതിയെക്കുറിച്ചാണ് And പറയുന്നത്. in this chapter especially we read about the justice and justification you feel in your heart. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു And അധ്യായമാണ്. Romans chapter 8 is the key passage in this chapter. അത് ഓരോ വാക്യവും ദൈവമക്കൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട വാക്യങ്ങളാണ്. And the verses in this chapter, every verse you must meditate upon daily. പണ്ഡിതന്മാർ പറയുന്നു റോമാലേഖനം ഒരു റിംഗ് ആണെങ്കിൽ അതിൽ ഏറ്റവും പ്രകാശിപ്പിക്കുന്ന കല്ലാണ് 8-ാമത്തെ അധ്യായം And എന്നാണ്. scholars say if the book of Romans is a ring, the gemstone would be chapter 8. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവദാസൻ ഓർപ്പിച്ചു, ക്യാറ്റ് ഫിഷിനെ കുറിച്ച് ഓർപ്പിച്ചു. The man of God reminded us about catfish. കഷ്ടത എന്ന് പറയുന്നത് ക്യാറ്റ് ഫിഷ് ആണ്. Trouble is catfish. എത്ര പേർക്ക് മനസ്സിലായി? നമ്മെ ഉത്തേജിപ്പിക്കുകയും നമ്മെ ഉത്സാഹിപ്പിക്കുകയും നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കഷ്ടത എന്നുള്ളത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. We must understand suffering is something that should be regular and understandable to us ഈ believers. രണ്ട് ഭാഗവും ഇന്ന് പ്രസംഗിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും 2-ാമത്തെ ഭാഗം ആദ്യം ഞാൻ സംസാരിക്കട്ടെ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ
സാരമില്ല. I may not be able to touch on both topics, but the sufferings of this present time are not worthy. Praise the Lord. Amen. എല്ലാ ദൈവമക്കൾക്കും കഷ്ടത എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. There will be a season of suffering for every believer. അതെന്നും ഉള്ളതായിരിക്കില്ല. That may not be every day. എന്തുദ്ദേശത്തോടെ ആ കഷ്ടത കർത്താവ് നിനക്ക് തന്നോ ആ ഉദ്ദേശം തീരുമ്പോൾ അത് അവിടെ നിർത്തി നിന്നെ ഒരു പുതിയ വഴിയിലേക്ക് ദൈവം But the Lord നടത്തുവാനാണ്. has purpose suffering for you for a season, and once that purpose is fulfilled, it will go away. തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഭക്തന്മാർ, വിശ്വാസികൾ, സുവിശേഷ വേലക്കാർ, പാസ്റ്റർമാർ, അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്ന സകല മനുഷ്യരും കഷ്ടതയിൽ കൂടി As we കടന്നുപോയിട്ടുള്ളവരാണ്. read scripture, we understand ministers and men of God, they've been through suffering and they've stood fast in their suffering. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണല്ലോ എബ്രായ ലേഖനം 11-ാം അധ്യായം. It is very understandable for us, Hebrews chapter 11. ഭക്തന്മാരുടെ വിശ്വാസവീരന്മാരുടെ കഷ്ടത 11-ാം അധ്യായം 13 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ We വായിക്കുകയാണ്. read about in Hebrews chapter 11 the men of faith and their stories. ആ കഷ്ടത അനുഭവിക്കുന്ന വിശുദ്ധന്മാരുടെ ആ കഷ്ടത നമ്മൾ ഒറ്റ വാക്കിൽ വായിച്ചു വിടരുത്. We should not simply just read the one verse about their suffering and move forward. അതൊക്കെ ഇരുന്നൊന്ന് വായിച്ച് ധ്യാനിച്ച് അവരൊക്കെ കടന്നുപോയ അനുഭവങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്ന് ഒരു നിസ്സാരമാണ്. We must sit still, meditate upon their sufferings, and when we compare our sufferings to theirs, ours is ഒരു nothing. മനുഷ്യ ശരീരത്തെ ഈർച്ചവാളുകൊണ്ട് അറുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് ഇല്ലേ? Could you imagine just how terrible it is to be sawed in half? അതുപോലുള്ള കഷ്ടങ്ങൾ Those are the type അവർ of sufferings സഹിക്കുവാനിടയായിത്തീർന്നു. these men suffered. Praise the Lord. Amen. കഷ്ടത എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. First, we must understand what is suffering. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's read. യെശയ്യാ പ്രവചനം 48:10. Isaiah chapter 48 verses 10. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും കഷ്ടതയുടെ ചൂളയിലാണ് ശോധന ചെയ്തിരിക്കുന്നത്. Behold, I have refined you, but not as silver. I have tested you in a furnace of affliction. Praise the Lord. Amen. അപ്പോൾ കഷ്ടത എന്താണ്? So what is affliction? Praise the Lord. ഊതി കഴിക്കുന്ന ചൂളയാണ്. It is a furnace in which you are tested. അത് തീച്ചൂളയാണ്. It is a furnace of fire. എന്തിനാ തീച്ചൂളയിൽ കൂടി ഒരു വസ്തുവിനെ കടത്തിവിടുന്നത്? Why do you push something through a furnace of Praise the fire? Lord. അത് തിളക്കമാർന്നതായി So തീരാനാണ്. that it glows and it becomes pure. Praise the Lord. അങ്ങനാണെങ്കിൽ കഷ്ടത എന്ന് പറയുന്നത് നിന്നെ തിളക്കാനാണ്. If that be the case, your നിന്നെ affliction is to തെളിച്ചെടുക്കാനാണ്. make you pure. ഓ പാസ്റ്റർമാരെ, ദൈവം തെളിച്ചെടുത്തത് കഷ്ടതയാകുന്ന ചൂളയിൽ Men കൂടിയാണ്. of God have been made pure through the suffering and affliction of the furnace. വിശ്വാസികളെ Dear believers. തെളിച്ചെടുത്തത് ഈ കഷ്ടതയാകുന്ന ചൂളയിൽ കൂടിയാണ്. Believers have been made pure through the furnace of fire. ഈ ചൂളയിൽ കൂടി കടന്നു പോയിട്ടുള്ളവരുണ്ടോ? ഒരു സ്തോത്രം പറയാമോ? Are there any here who've been through this affliction? Praise the Lord. Amen. Hallelujah. Amen. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കഷ്ടത സഹിക്കുന്ന കർത്താവായ യേശുവിനെ കുറിച്ച് അവിടെ We പറഞ്ഞിരിക്കുന്നു. read about Christ our Lord who experienced suffering in Hebrews chapter 5 താൻ verses 8. അനുഭവിച്ച കഷ്ടതയാണ് താൻ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തീർന്നെന്ന്. It is through his suffering that he became obedient and fulfilled. അപ്പോൾ നാം അനുസരണം പഠിക്കാൻ വേണ്ടിയൂടെയാണ് കഷ്ടത വെച്ചിരിക്കുന്നത്. Meaning we learn obedience through suffering. വചനം നമ്മൾ അനുസരിക്കണം. We must obey scripture. കർത്താവിനെ നമ്മൾ We അനുസരിക്കണം. must obey our Lord. പരിശുദ്ധാത്മാവിനെ നാം We must obey the Holy Spirit. ഇത് അനുസരിക്കണമെങ്കിൽ നമ്മെ പാകമാക്കുന്നത് കഷ്ടതയാണ്. And for us to be obedient, it is suffering that makes Praise us the obedient. Lord. Amen. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ വഴിയിൽ പോയേനെ. If not, we walk on നമ്മുടെ our own ഇഷ്ടത്തിന് accord. ജീവിച്ചേനെ. We live in our own ഈ ways. കഷ്ടതയാണ് അവങ്കിലേക്ക് നമ്മെ It is കൊണ്ടുവരുവാൻ this ഇടയാ. suffering that turns us into Him. Praise the Lord. Amen. കർത്താവായ യേശുവിന്റെ കഷ്ടത ഗെത്സമന തുടങ്ങി ഗബദ വഴി
ആ ഗോൽഗോഥായിലേക്കുള്ളതായിരുന്നു. We see the suffering of the Christ who started in the Garden of Gethsemane all the way to the cross of Calvary. Praise the Lord. ആ Amen. ഗെബഥായിലെ ശിക്ഷ അതികഠിനമായിരുന്നു. And the suffering that Christ experienced was terrible. പീലാത്തോസിന്റെ കൽത്തളം എന്നറിയപ്പെടുന്ന ഗെബഥായിൽ യേശുവിനെ കല്ലിന്മേൽ കുനിച്ചു കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനിടയായി. And Christ was tied down and was whipped until he bled in this place. ചാട്ടവാറ് തിരിച്ചെടുത്തിട്ട് പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിൽ കഴുകി ഉലയ്ക്കുമ്പോൾ വച്ച മാംസം അതിനകത്ത് കിടന്ന് പിടയ്ക്കുവാനിടയായി. And as Christ was whipped and they pulled off the whip, his raw flesh would come off with it. ആ രക്തമായി തീർന്ന വെള്ളവും ആ പാത്തിയിൽ കൂടി ഒഴുകുന്ന രക്തവും അവിടെ കിടന്ന് പിടയ്ക്കുന്ന മാംസവും കണ്ടിട്ട് പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു. And seeing that water mixed with his flesh and blood, Pilate washed his hands, saying, I have no part in this innocent suffering. അവിടുന്ന് മുൾക്കിരീടം വെച്ച് ഭാരമേറിയ കുരിശും തോളിൽ കൊടുത്ത് അവിടുന്ന് ഗെത്സമനയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. Wearing a crown of thorns on his head and a cross on his back, he's stepping out into his journey. ക്രൂശ് കണ്ടിട്ടുള്ളവർക്കറിയാം ആ നെടുകയുള്ളത് ആ തടിയും കുറുകയുള്ളതുമാണ്. കുറുകയുള്ളത് നെടുകയുള്ളതിന്റെ ഏറ്റവും മോളോട് അടുത്താണ് അത് ക്രോസായി കാണുവാനിടയാണ്. And if anyone who's seen a cross knows what it looks like, you have two pieces of wood that are put together. ഈ ക്രൂശ് ചുമന്നുകൊണ്ടാണ് യേശു വീണത്. And Christ, walking with this cross on his back, he fell. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വീണപ്പോൾ തന്റെ മുഖമടിച്ചാണ് നിലത്ത് വീണത്. ആ ക്രൂശ് അതിന്റെ പുറത്തേക്ക് വീണു. And scholars say as Christ fell on the ground, he fell on his face and the cross fell behind him. അതുകൊണ്ട് ക്രൂശിൽ കിടക്കുന്നവനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നു. Which is why scriptures tell us if you see him, he does not look like a man, but he is disfigured. ഇങ്ങനെ വീണ് മുഖം ചതഞ്ഞു പോയത് കൊണ്ടാണ് ആ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീരാനിടയായത്. And this is because his face was bruised as the weight of the cross fell upon him. ദൈവമക്കളെ, എന്തിനാ യേശു ഈ കഷ്ടം സഹിച്ചത്? Dear believers, why did Christ suffer this suffering? എന്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ടല്ലേ അവൻ ക്രൂശിലേക്ക് പോയത്? Did he not go into the cross bearing the weight of yours and my sin? നമ്മെ കഴുകിയത് കൊണ്ടല്ലേ വിശുദ്ധന്മാരുടെ പട്ടികയിൽ എന്റെയും നിങ്ങളുടെയും പേര് വരുവാൻ? Is it not because we were washed by his blood that our names have been added to those who are Praise saved? the Lord. Hallelujah. അതുകൊണ്ട് നാം അവനെ പിന്തുടരണം, നാം അവനെ അനുസരിക്കണം. Which is why we must follow after him, we must obey him. ഇനിയും ഞാൻ പറയട്ടെ, കഷ്ടത എന്തിനു വേണ്ടിയാണ് എന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Even more, I would like to remind you what suffering is for. ഒന്നാമത്തേത് യോബിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, Number one, when you study the story of Job, പ്രൈസ് ദി ലോർഡ്, തന്റെ പിശാചിന്റെ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം പിശാചിന്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ എന്താ ശോധന ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു എന്ന് നമ്മൾ അവിടുന്ന് കാണുകയാണ്. we understand that it was for the glory of God that the Lord permitted and ordained the devil to do this. Job. പിശാച് പറഞ്ഞു ദൈവത്തെ തള്ളി പറയുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. And Satan said that Job would deny Christ, he would deny God. അത് ശരിയാകുമോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പ്രൈസ് ദി ലോർഡ് ആ പരീക്ഷ അല്ലെ ആ പരിശോധന കൊടുക്കുവാനിടയായി. And this test was there to see if that Job would be proven right or that the devil would be proven right instead. പ്രൈസ് ദി ലോർഡ്. അതിന് പിശാച് സാമ്പത്തിക നഷ്ടം വരുത്തി. And for that the devil took away his wealth, പുത്ര നഷ്ടം വരുത്തി, took away his family and children, ശാരീരിക നഷ്ടം വരുത്തി, took away his health as well. ഇതിലൊന്നിലും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. But in none of these things did Job deny God. Praise the Lord. തന്റെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിച്ചതേ But his ഉള്ളൂ. hope only grew more and more. വായിക്കുന്നു, ഒരു വാക്കുകൊണ്ട് പോലും താൻ ദൈവത്തോട് പാപം ചെയ്തില്ല. And not in a single word did he sin against the Lord. കഷ്ടത എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസിക്ക് മാത്രമേ അത് പിറുപിറുപ്പ് കൂടാതെ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. Only a child of God who has truly understood suffering can accept it without sinning. അതുകൊണ്ട് കഷ്ടത എന്തിനു വേണ്ടി എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. We must understand why suffering comes to us. യോബിന്റെ കഷ്ടത ദൈവത്തിന്റെ മഹത്വത്തിനു The വേണ്ടിയായിരുന്നു. suffering of Job was for the glory of ആ God. പ്രത്യാശ വാക്കുകളൊന്ന് വായിച്ചേ. Let us read those verses. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോബ് 19 25 മുതൽ 27 വരെ. Job chapter 19 verses 25 onwards. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും
അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. For I know that my Redeemer lives, and he shall stand at last on the earth. Yes. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം പുതിയൊരു ശരീരത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ That കാണും. after my skin is destroyed, I will see the Lord with the new flesh. അടുത്തത് വായിക്കാം. ഞാൻ തന്നെ അവനെ കാണും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്ന സമയം അടുത്തിരിക്കുകയാണ്. How many of you have this faith that with my own eyes I will see the Lord? കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. When you go through suffering, this hope must arise within you day by day. കഴിഞ്ഞ ദിവസം എന്നെ കാണുവാനായിട്ട് ഒരു ഫാമിലി കടന്നു വന്നു സിജുവിന്റെ വീട്ടില്. These past couple days, a family came to see me at Siju's house. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ രണ്ടാമത്തെ മകനാണ്. അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. A child studying in 4th grade was asked to pray. അവൻ പ്രാർത്ഥിച്ചു. ക്രൂശീകരണത്തെ കുറിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെ ശുദ്ധീകരിച്ചതിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിനെ അറിയാൻ ഇടയായതെന്ന് അവൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങളുടെ പ്രത്യാശയായ കർത്താവ് വരാൻ പോവുകയാണ്. ആ കർത്താവിനായി ഒരുങ്ങി ഞാൻ കാത്തിരിക്കുന്നു. ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്. And that this boy prayed about all these things about Christ, his cross, our suffering, and our hope. അങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ഒരു കർത്താവെ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? And if the child in grade 4 can pray like this, what about the grown-ups here? ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you prayed to forgive my sins? ഞാൻ ആ ഭാഗം വിടുകയാണ്. I'm leaving that topic. യോബിന്റെ നിശ്ചയം എന്താണ്? എന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. Look at the courage and hope that Job has, that with my own eyes I will behold him. അടുത്ത വാക്യം. ഞാൻ തന്നെ അവനെ കാണും. And I shall see him. അന്യനല്ല. ശരീരഭേദപണ്ഡിതന്മാർ പറയുന്നത് ശരീരം പുഴു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. Scholars have said that your body might be filled with worms. ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചൊറിഞ്ഞ് പുഴു താഴെ വീഴുമ്പോൾ നിനക്ക് നൊന്തോ എന്ന് ചോദിച്ച പുഴുവിനെ എടുത്ത് ആ വ്രണത്തിനകത്ത് വെക്കുമായിരുന്നെന്നാണ് പറയുന്നത്. And Job would scratch himself with potsherd, and these worms would fall out. Praise the Lord. Amen. അപ്പോഴും തൻ്റെ കണ്ണ് എവിടെയായിരിക്കുന്നത്? അന്യനല്ല. സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയരെ കാണോ. അവൻ ഈ പൊടിമേൽ നിൽക്കും. അന്യനല്ല. സ്വന്തം കണ്ണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് കർത്താവ് വന്നാൽ നിന്റെ കണ്ണുകൊണ്ട് അവനെ കാണാൻ സാധിക്കുമോ? How many of you have this faith that Job had, that you will see the Lord with your own eyes? Praise the Lord. Amen. യോബിന്റെ ശോധനയിൽ യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവന്റെ പ്രത്യാശ വർദ്ധിച്ചു. In the suffering of Job, he did not deny the Lord, but rather his faith and hope grew. അവൻ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. And Job said, even if he smite me, I will hope in him. Praise the Lord. Amen. ഞാൻ മടങ്ങി വരട്ടെ. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ praise the Lord സ്തോത്രം ഒരു ശോധന കൊടുത്തു. Praise the Lord. And number 2, in the life of Apostle Paul, he was given a suffering. Praise the Lord. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. In 2 Corinthians chapter 12 verses 7. അടുത്ത കഷ്ടത എന്ന് പറഞ്ഞ എന്തിനാ? നിഗളിച്ചു പോകാതിരിപ്പാൻ. And the next suffering is given so that you may not be proudful. നമ്മളൊക്കെ ഈ ലോകത്തിലാ ജീവിക്കുന്നത്. We live in this world. പണം കാണുമ്പോൾ നിഗളിച്ചു പോകാം. We may be exalted when we see money. ലഭിക്കുമ്പോൾ നിഗളിച്ചു പോകാം. We may be exalted when we see position and pride. നല്ല കാറുകൾ കാണുമ്പോൾ നിഗളിച്ചു പോകാം. When we see house and cars, we may have exaltation. വഴി പലപ്പോഴും മറന്നുപോയെന്ന് വന്നേക്കാം. We may forget the way in which we came. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാതെ We പോയാൽ, may not be able to accept ഒരു others. സോറി പറയാൻ നമുക്ക് പലപ്പോഴും We കഴിയാതെ may not be able to പോയേക്കാം. apologize to others. അതിന്റെ ഭവിഷ്യത്തുകൾ സമൂഹത്തിൽ വലുതായി അനുഭവിച്ചവരാ ഇവിടെ ഇരിക്കുന്നത്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. And we've all experienced the shortcomings of those sins. Praise the Lord. Amen. പൗലോസിനെ കുത്തുവാനായിട്ട് സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചെന്ന്. And that a thorn in the flesh was given as a messenger of Satan ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തൊരു മുള്ള. to buffet Paul once in a while. Praise the Lord. Amen. താൻ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. Praise the Lord. He prayed and he fasted many times. വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവനാണ് പൗലോസ്. Because of an abundance of revelation, he prayed many times. He was taken to the 3rd heaven.
ആമേൻ. ഇവരെ കണ്ടത് വെളിപ്പാടിൽ പൗലോസ് വലിയവനായെന്നല്ല കണ്ടത്, And- ഇവൻ നിഗളിച്ചു പോകരുത്. And that Paul did not see himself as great and abundant in നിഗളം revelation. അനേക ദൈവദാസന്മാരുടെ ശുശ്രൂഷ ഇല്ലാതാക്കിയിട്ടുണ്ട്. There are many who exalted and were proudful, and their ministry came to naught. Praise the Lord. അനേകര് ഈ ലോകത്തോട് യാത്ര പറയേണ്ട സാഹചര്യം വരെ നിഗളം വരുത്തി വെച്ചിട്ടുണ്ട്. Many ministers had to say goodbye to this world because of their pride. Praise the Lord. Amen. അപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതൊരു സൗഖ്യം വരണം. That Paul prayed, "Oh Lord, that this thorn in the flesh would be healed of him." കർത്താവ് പറഞ്ഞു സൗഖ്യമാകണ്ട, അത് അവിടെ ഇരിക്കട്ടെ. And the Lord said, "Let that stay there. You will not be എന്താ നീ healed." എന്നും രോഗിയാണല്ലോ. Some ask, "Why are you always in Praise sickness? the Lord. നിനക്കെന്നും കഷ്ടതയാണല്ലോ. Why do you always have suffering?" ചിലർ ചോദിക്കും നിനക്കൊരു ഗതിയില്ലേ എന്ന് Some will ചോദിക്കും. ask, "Has nothing Praise changed in the your Lord. life?" കർത്താവ് പറഞ്ഞു ഇത് മാറിപ്പോകേണ്ട, അവിടെ ഇരിക്കട്ടെ. The Lord said, "This doesn't need to go. Let this stay there." എന്താ കാരണം? നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന് What is the എത്തിക്കണം. reason that you may get into heaven? എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു? Praise How the many of you Lord. can understand ഈ this? നശിച്ചു പോകുന്ന ലോകത്തിലെ നശിക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടി ഈ ലോകത്തിൽ അവസാനിക്കാനല്ല സ്വർഗ്ഗം നിന്നെ പേരിയൊല്ലി വിളിച്ചത്. You were not called by heaven for you to be destroyed in this earth with the worthless things of Praise this the world. Lord. നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാനാ കർത്താവ് You were വിളിച്ചിരിക്കുന്നത്. called by heaven so that you may reach heaven one day. Praise the Lord. Amen. അതുകൊണ്ട് ചില മുള്ളുകൾ കഷ്ടതകൾ നിനക്ക് വെച്ചിരിക്കുക. Which is why certain thorns and sufferings have been ordained to you. Praise the Lord. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. Then the Lord said, "My grace is sufficient for ആ you." കൃപ ആ മുള്ളിനെ മൂടുന്നതാണ്. And that grace covers that thorn. സ്വത്രം അറിയാമോ? Amen. നിന്റെ കഷ്ടതയെ മൂടുന്ന ദൈവകൃപയുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. And if the Lord's grace is with you, let your suffering stay there. നീ പ്രയോജനമുള്ളവനായി തീരുന്നു എങ്കിൽ ആ കഷ്ടത അവിടെ ഇരിക്കട്ടെ. If you're being useful unto the Lord, let that thorn stay നീ there. പ്രയോജനമുള്ളവനായി തീരുന്നെങ്കിൽ ആ രോഗം അവിടെ ഇരിക്കട്ടെ. If you're being used of the Lord, let that suffering and sickness stay. അതിനെ മൂടുന്ന ദൈവകൃപ അവൻ നിനക്ക് തരും. Praise the He has Lord. given you a grace that covers എത്ര that പേർ suffering. വിശ്വസിക്കുന്നു? How many of you believe this? Amen. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം I thank the ചെയ്യാം. Lord for all who believe. ഇന്ന് പകൽ എത്ര പേർ How many of you വിശ്വസിക്കുന്നു? believe this morning? ആ കൃപ കൊണ്ട് എന്നെ മൂടുന്നത് കൊണ്ടല്ലേ ഞാൻ നിലനിൽക്കുന്നത്. I stand because ആ I'm കൃപ covered by കൊണ്ട് that grace. ആ കൃപ കൊണ്ട് എന്നെ മൂടുന്നത് കൊണ്ടല്ലേ ഞാൻ ദൈവകൃപയിലായിരിക്കുന്നത്. It is because I'm covered by that grace I stand in His ആ grace. കൃപ കൊണ്ട് എന്നെ മൂടുന്നത് കൊണ്ടല്ലേ ഞാൻ നിഗളിച്ചു It is പോകാതിരിക്കുന്നത്. because of that grace that I'm not prideful. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം How many of you believe this? Raise your hands and praise the Lord. നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ കൃപ. Glory to God who keeps us safe. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ 11 മുതൽ 11-23 വാക്യങ്ങളുണ്ട്, വായിക്കേണ്ട. കാരാഗ്രഹം, കപ്പൽ യാത്ര, കപ്പൽ ഛേദം, വെള്ളത്തിൽ അകപ്പെട്ട അനുഭവങ്ങൾ, മെലിറ്റ തുടങ്ങിയ അനുഭവങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 27 മുതലുള്ള അധ്യായങ്ങളിൽ കാണുകയാണ്. We read in 2 Corinthians 11 verses 22 onwards all the sufferings that Paul went through. കാരാഗ്രഹം, കപ്പൽ യാത്ര, കപ്പൽ ഛേദം, വെള്ളത്തിൽ അകപ്പെട്ട അനുഭവം, മെലിറ്റ ദ്വീപ്. And the island of Melita, being a shipwreck, being in prison, suffering, all these things. Praise the Lord. Amen. പോരാഞ്ഞിട്ട് ഒരു കൂട്ടം ജനം അവിടെ കൂടി നിൽക്കുക, പൗലോസ് ചത്തു വീഴുന്നത് കാണാനായിട്ട്. Not only that, there's a group of people waiting to watch him die. People watching, waiting to see him die. ഒരണലി ചാടി വന്ന് തന്റെ കൈമേൽ കടിക്കുവാനിടയായി. And when a serpent arose and bit him and fastened itself to the hand of Paul. Praise the Lord. Amen. എന്നാൽ പൗലോസ് എന്താ ചെയ്തേ? ആ ദൈവകൃപ അവന്റെ മേൽ മൂടിയിരുന്നത് കൊണ്ട് ആ ജീവിയെ അവൻ കൊടഞ്ഞു കളഞ്ഞു. And when Paul, filled with the grace of God, flicked that serpent into the fire. ജീവിയെ കൊടഞ്ഞു കളഞ്ഞു. He cast that serpent into the fire. 2026 ശത്രുവിന്റെ ശക്തിയെ കൊടഞ്ഞു കളയുന്ന ദൈവശക്തി പ്രാപിക്കണം. And you must be filled with the power that casts off the serpent into the fire. എന്തെല്ലാം നിന്നെ കേറി പിടിക്കുന്നു, Whatever tries to attach itself to അതിനെ you, കുടഞ്ഞു കളയുന്ന ശക്തിയാ പരിശുദ്ധാത്മാവിന്റെ. it is the power of God that causes you to flick it into the എത്ര fire. പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? How many of you can believe എത്ര this? പേർക്ക് പ്രാപിക്കാൻ How ആഗ്രഹമുണ്ട്? many of you desire to receive this? കർത്താവേ, ആ കുടഞ്ഞു കളയുന്ന ശക്തി The power. എൻ്റെ മേൽ ഒന്ന് പകരണമേ. Oh Lord, give it to me so I can cast it into the fire. Praise the Lord. സമയം Amen. കടന്നു പോകുന്നല്ലോ, ഞാൻ ആ ഭാഗം എല്ലാം വിടുകയാണ്. I'm leaving that place behind. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ നോടി നേരത്തേക്ക് ഈ കഷ്ടമുണ്ട്. Which is why Paul said it is for a short while. മൂന്നാമത്തെ കാര്യം, Third thing, കൊള്ളാവുന്നവനായി തെളിഞ്ഞു വരിക. to become worth something. യാക്കോബിന്റെ ലേഖനം 1-12 വാക്യം. James chapter 1 verses 12. Praise the Lord. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആമേൻ അവൻ എന്ത് ചെയ്യണം?
കഷ്ടതയുടെ മൂന്നാമത്തെ ലക്ഷ്യം The third point of suffering, നീ കൊള്ളാവുന്നവനായി. that you may be approved. Praise the Lord. Amen. കൊള്ളാവുന്നവൻ എന്നുള്ളതിന് approved by God എന്നാണ് praise the Lord കൊടുത്തിരിക്കുന്നത്. Scripture tells us that he who endures temptation will be approved by God. Amen. 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 ഈ ഗവൺമെന്റ് അംഗീകരിക്കാത്ത ഒരു കോളേജിൽ പോയി പഠിച്ചാൽ വല്ല രക്ഷയുണ്ടോ? Was there any point to go to a college to study that is not approved by the government of Canada? എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ജോലി കിട്ടത്തില്ല. You will not get a job no matter how many certificates you may have. The government must agree. അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗം നിന്നെ അംഗീകരിക്കുന്ന അനുഭവമാണ് നിന്നെ കഷ്ടതയിൽ കൂടെ തെളിഞ്ഞവനാക്കി If that be the case, your suffering is approved by heaven for you to be approved. Praise the Lord. Amen. നാം ഒക്കെ കൊള്ളാവുന്നവരായി തീർന്ന് വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ ഒന്നുമല്ല. We were not approved because of our position, past, present, or money or status. Praise the Lord. ഞാൻ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണ്. I'm a man that doesn't have a lot of education. Praise the Lord. പക്ഷേ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് എന്നെ കൊള്ളാവുന്നവനായി തെളിച്ചെടുത്തതുകൊണ്ടാണ്. But I stand in front of you because I was approved by heaven. Praise the Lord. Amen. Hallelujah. അപ്പോൾ ഭക്തന്മാരെ തെളിഞ്ഞവരായി തീർന്നത് അവരുടെ കഷ്ടതയാണ്. Meaning the men of God who were approved was through their suffering. Praise the Lord. Amen. ചുരുക്കട്ടെ യോസേപ്പിന്റെ കഷ്ടത നമുക്കറിയാമല്ലോ. We know the suffering of Joseph. യോസേപ്പിന്റെ കഷ്ടതയുടെ അവസാനം സിംഹാസനത്തിലേക്ക് അവൻ At the end of the suffering of Joseph, he stood on a throne. ജ്ഞാനമുള്ള ഒരുത്തനെ കണ്ടെത്തുവാൻ കഴിയുമോ? And would you find a man like him in all the kingdom in the end? ഫറവോൻ തന്റെ സിംഹാസനത്തിൽ തന്റെ അടുത്തൊരു സിംഹാസനം വെച്ചിട്ട് അതിൽ ഇരുത്തിയിട്ട് തന്റെ മുദ്രമോതിരം ഊരി യോസേപ്പിന്റെ വിരലിൽ ഇട്ടു. Pharaoh put a second throne in his palace and gave his signet ring to Joseph. ആമേൻ. ഇനി ഫറവോൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടത് യോസേപ്പാണ്. And if Pharaoh has to make a law, it is approved by Joseph. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അപ്പം വിടാം. യാക്കോബിനോട് ദൈവം അനവധി സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. The Lord spoke to Jacob in many, many different times. യോസേപ്പ് നഷ്ടപ്പെട്ടിട്ട് 13 വർഷം യോസേപ്പ് എവിടാണെന്ന് ഒരു വാക്ക് പോലും സംസാരിച്ചു. And for 13 years, Joseph was missing and there was no communication. പറഞ്ഞ മനസ്സിലായല്ലോ? Do you understand this? എവിടെയുണ്ടെന്ന് ദൈവം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര പണം മുടക്കി യോസേപ്പിനെ തിരിച്ചു കൊണ്ടുവരുവാൻ. Had the Lord told Jacob where Joseph was, he would have brought him back no matter the cost. തിരിച്ചു കൊണ്ടുവന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും. But had he brought him back, the purpose of God would not be fulfilled. ദൈവം ഇടപെട്ടില്ല. Which is why for 13 years, അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ദൈവശബ്ദം കേട്ടില്ല. sometimes in your suffering you may not hear the voice of God. The pastor may not come to your house. A prophet may not come to your house. Which is why do not be sorrowful. The Lord desires to bring you to a certain measure. How many of you believe this? You are raised according to the suffering you experience. Amen. We read in Romans chapter 8 verse 17. Praise the Lord. ഇവിടെ ക്രിസ്തുവിനോട് കൂടെയുള്ള മൂന്ന് അനുഭവങ്ങൾ പറയുക. Here we see three experiences with Christ. ഒന്ന് ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശി. To be joint heirs with Christ. രണ്ടാമത്തെ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുക. To indeed suffer with Christ. മൂന്നാമത്തെ ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കുക. Number 3, to be glorified with Christ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എടുത്തു തരിക്കുന്നത്, here Paul the apostle talks about കഷ്ടത നീ തനിച്ച് അനുഭവിക്കണ്ട. You do not need to bear suffering alone. അപ്പോൾ നമ്മൾ തനിച്ച് അനുഭവിക്കുന്നത്. Oftentimes we experience suffering alone. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. Which is why we are defeated. Which is why suffering defeats us. Paul says, you must suffer with Christ. Praise the Lord. Amen. It is because we suffer alone we are defeated. Many are backslide. Many walk away from the ministry because they suffer alone. But when Paul suffered with Christ, he said this is momentary. Which is why, dear believers, if you suffer, suffer with Christ. Praise the Lord. Amen. പത്രോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ഞങ്ങൾ സന്തോഷിക്കുകയാണ്. Paul says, as we suffer with Christ, we are joyful. ഞാൻ ആ ഭാഗത്തോടെ നിർത്തുകയാണ്. I'm ending that topic there. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യ
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ ലോകത്തെ ഞാൻ ഓർക്കും ഓ താങ്ക് യു ലോർഡ് എല്ലാവരും ചേർന്ന് പഠിക്കാം ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ട ഓർക്കുന്നില്ല എപ്പോഴെന്റെ കർത്താവ് കാണാമെന്നേയുള്ളൂ എപ്പോഴെന്റെ കർത്താവോട് ഒന്നു കാണാം എന്നേയുള്ളൂ ദുഃഖത്തിന്റെ പാനപാത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും നമ്മുടെ കഷ്ടതയിൽ മറ്റാരും കാണുകയില്ല കേട്ടോ. In your sufferings, no one else will be there. അപ്പോൾ നമ്മോടുകൂടെ നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. We must have the hope that our Christ will be with us. Praise the Lord. Amen. ചിലപ്പോൾ ചില ദിവസങ്ങൾ ആമേൻ ദൈവം ഇടപെട്ടില്ലെന്ന് വരും. Some days the Lord may not speak. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ കൂടെ കണ്ടില്ലെന്ന് വരും. Some days those who pray may not be with you. പാസ്റ്റർ കണ്ടില്ലെന്ന് വരും. Your pastor may not see you. സഹോദരങ്ങൾ കണ്ടില്ലെന്ന് Fellow വരും. believers may not be with you. ദൈവത്തിന്റെ പദ്ധതിയാ. This is all by the plan of God. ഒരു മുറിക്കകത്ത് കൊണ്ടുവന്ന് നിന്നെ കഷ്ടതയുടെ ചില പാഠങ്ങളിൽ കൂടെ നിന്നെ കടത്തിവിടുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. It is by the plan of God for you to be alone, to experience suffering alone with him. Amen. Hallelujah. Amen. അതുകൊണ്ട് ആ സമയത്ത് കർത്താവ് നിന്റെ അടുക്കൽ Which is why in those moments the Lord is nigh to you. തണലിൽ കിടന്ന ഏലിയാവിന് വേണ്ടി ദൂതൻ അവിടെ ഇറങ്ങി വന്നു. For Elijah, the angel came down in the tree. He was alone in the desert. മരിച്ചാ മതി എന്നാണ് പറഞ്ഞത്. He wanted to die. പക്ഷേ ദൂതൻ ഇറങ്ങി But an വന്നു. angel of the Lord came ഓ down. നീ പ്രാർത്ഥിക്കുന്ന മുറിക്കകത്ത് വാതിലടച്ച് നീ കഷ്ടതയുടെ നടുവിൽ മുഴങ്കാലും അടക്കുമ്പോൾ സ്വർഗം ചായ്ച്ച് ദൂതൻ അവിടെ ഇറങ്ങി In your prayer room, when you're alone, an angel will come down. നമ്മൾ കാണുന്നത് അതല്ലോ സെക്കരിയാവിൽ, which is what we see with Zechariah as well. ദൂതൻ യാഗപീഠത്തിന്റെ നടുവിൽ ഇറങ്ങി വരികയാണ്. An angel came down to the midst of the sacrifice. പറഞ്ഞതെന്താ? നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി ഞാൻ വന്നിരിക്കുന്നു. What did he say? I came as an answer to your prayer. അവരുടെ പ്രായം എത്രയെന്ന് നമുക്കറിയത്തില്ല. We don't know how old he was. വൃദ്ധനാണ്. He was an old man. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. But there was an answer to his prayer. ആരാകുന്നു എന്നുള്ളതല്ല. Doesn't matter who you are. കഷ്ടതയുടെ നടുവിൽ മുഴങ്കാലും അടക്കുന്നവനാണോ? If you bend your knees in the midst of your suffering. Praise the Lord. Amen. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. An angel will come down for you. Hallelujah. എനിക്ക് വേണ്ടി കർത്താവ് എത്രയോ പ്രാവശ്യം തന്നെ ദൂതനെ അയച്ചു. And the Lord has sent his angel for me many times. അനുഭവങ്ങൾ പറയാൻ സമയമില്ല, ഞാൻ അവിടെ നിർത്തുകയാണ്. I am ending my message. I don't have time for those experiences. രണ്ടാമത്തെ ഭാഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. Number 2, let me say a few things and we'll end it. വെളിപ്പെടുവാനുള്ള തേജസ്. The glory to be revealed in us. നമ്മിൽ ഒരു തേജസ് വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe there will be glory revealed in us? അന്ന് ഈ അവസ്ഥയൊക്കെ മാറും, അന്ന് ഈ സ്ഥിതിയൊക്കെ മാറും. Praise the Lord. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe this condition and this state will change? Praise the Lord. Amen. Hallelujah. Hallelujah. നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് വെളിപ്പെടും. We wait with hope for our Lord to come. കർത്താവ് വെളിപ്പെടുമെന്നുള്ളത് സകല സൃഷ്ടിജാലങ്ങളും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. All creation waits for the return of Christ. ഞരക്കത്തോടെ കാത്തിരിക്കുന്നതാണ്. They wait with groaning. നമുക്ക് ആ ഞരക്കമൊന്നുമില്ല. We have no groans. നമ്മുടെ ചിന്ത പണം എങ്ങനെ ഉണ്ടാക്കണം, because we want to make money. ജോലി എങ്ങനെ ലഭിക്കും, we want to see how to grow, PR എങ്ങനെ ലഭിക്കും, we want to see the PR. Hallelujah. Amen. പക്ഷേ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. But the Lord is a Lord of miracles. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe this? ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന്റെ കാര്യം. I said about the മാതാവിന്റെ വർക്ക് പെർമിറ്റ് കട്ടായി പോയതാണ്. The work permit of the child, mother of the child who prayed was taken off. Praise the Lord. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ
ഒരു big miracle നീ ചെയ്യണമേ. And that child prayed, Lord, perform a good miracle. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഗവൺമെന്റിൽ അവൾക്ക് സ്ഥിര ജോലി ലഭിച്ചു. And the Lord worked a miracle. She got a job in the government. വർക്ക് പെർമിറ്റ് പുതുക്കാനായിട്ട് കൊടുത്തു. And then she renewed her work permit. ആരെങ്കിലും വിശ്വസിക്കും? Will anybody believe this? ആരെങ്കിലും വിശ്വസിക്കും? Will anybody believe this? ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. The Lord is a Lord of miracles. Amen. നിന്റെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, Whatever your നിന്റെ burden may വേദന be, എന്തുമായിക്കൊള്ളട്ടെ, പ്രത്യാശ മുറുകെ പിടിക്കണം. whatever your pain may be, hold on to hope. Praise the Lord. ദൂതൻ ഇറങ്ങി വരും. An angel will come നീ down പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ചെയ്യും. and he will do miracles. Praise the Lord. Amen. Hallelujah. Amen. ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ച് ഇവിടെ നിർത്താൻ I ആഗ്രഹിക്കുന്നു. want to end by reading a few verses. 3:4. Colossians 3:4. താമസിക്കരുത്. ജീവനായ ക്രിസ്തു ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe this? മേഘത്തിൽ When പ്രത്യക്ഷനാകുമ്പോൾ Christ who appears, praise the Lord, ഞാനും തേജസ്സിൽ വെളിപ്പെടും. and you will also appear with him in glory. വിശ്വാസം നമുക്കുണ്ടോ? Do we have disbelief? ഫിലിപ്പിയർ 3:21 നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, Philippians 3:21, in our lowly bodies. ആമേൻ, താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട്, And he will transform our lowly bodies with his glorious body. praise the Lord. Amen. ഈ നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കാൻ പോകുകയാണ്. Our lowly body will conform to his glorious body. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. Which is why you must live a holy life. അത് ഓക്കെയാണ്. And that is okay. വേർപാടില്ല. You don't have separation. വേർപാടില്ലാതെ വിശുദ്ധിയില്ല. You do not have holiness without separation. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe this? വേർപാട് വിശുദ്ധിയുടെ മറ്റേ വശമാണ്. The other side of holiness is separation. നാണയത്തിന്റെ രണ്ട് വശം പോലെ. Two sides of a coin. ഒന്നാമത്തെ വശം, The first side, praise the Lord, വിശുദ്ധീകരണം. is glorification. രണ്ടാമത്തേത്, The second side separation. is separation. Praise the Lord. Amen. അതില്ലാതെ ആരും കർത്താവിന്റെ സന്നിധിയിൽ And എടുക്കപ്പെടില്ല. without holiness and purity, no one will see the Lord. വിശുദ്ധിയൊക്കെ എങ്ങനെയും കടിച്ചു പിടിച്ചു നിൽക്കും. You can have holiness somehow. Praise the Lord. എന്നാൽ വേർപാട് എന്ന് പറയുന്ന ഇച്ചിരി പ്രയാസമുള്ള But separation is difficult. Praise the Lord. ഈ ലോകത്തിലാ ജീവിക്കുന്നെങ്കിൽ, You're living in this world. പാസ്റ്റർ 1-2 മിനിറ്റ് കൂടെ കേട്ടോ. Praise the Lord. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, While we're living in this world, കൂട്ടുകാരുണ്ട്, we have friends. നമുക്ക് അവരുടെ കൂടെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. We gather with them. We have moments together. പഠിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് ആമേൻ വേർപാടൊക്കെ എന്നേ പോയി കഴിഞ്ഞു. Regarding students who study, there is no separation. Praise the Lord. ബാംഗ്ലൂർ എനിക്ക് പരിചയമുള്ള ഒരു പയ്യനുണ്ട്. I know a child who's studying in Bangalore. അവന് മദ്യപിക്കുന്ന മറ്റുള്ള കൂട്ടുകെട്ടുള്ള ഒരു അവരുടെ കൂടെ അവൻ roommate. He's roommates with somebody who drinks and does other things. അവന്റെ ബർത്ത്ഡേ വന്നു. It was on his birthday. അപ്പോൾ കൂട്ടുകാർ വന്ന് പറഞ്ഞു, And his friends told him, praise the Lord, നമുക്ക് അടിച്ചു പൊളിക്കാം. let's party. പൈസയുണ്ടോ? അവന്റെ പൈസയുണ്ടോ? He asked, do you have money? Yes, you have got money. പ്രോഗ്രാം ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് മാത്രം നടക്കില്ല. And when they planned it out, he said, just that thing won't happen. And he said, are you afraid? അപ്പന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിഴലിച്ചു നിൽക്കുകയാണ്. He said, the words of my father are still in my heart. അതുകൊണ്ട് എനിക്ക് വേർപാട് വിട്ടുകളയാൻ Which is why I cannot leave behind separation. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? How many of you can say the same thing? കൂട്ടുകാർ വന്ന് നിന്നെ മാടി വിളിക്കുമ്പോൾ, When your friends call you, പോലെ നിന്നെ ആക്കി തീർക്കുവാൻ അവൻ തന്ത്രങ്ങളുമായി വരുമ്പോൾ, when they try to make you like them, നിനക്ക് വേർപാട് പാലിക്കാൻ കഴിയുമോ? do you have separation? വേർപാടില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ പോകുകയില്ല. If you do not have separation, you will not go when the Lord comes. നോക്കിയേ, 1 പത്രോസ് 1:4 മുതൽ വായിക്കുമ്പോൾ, When you read through 1 Peter 1-4, 5:10, 5 verses 10, നീ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? what have you been called to? നിന്നെ വിളിച്ചത് എന്തിനാ? You were called to? ഈ ലോകത്തിൽ 2 നില വീടും ഏറ്റവും മുന്തിയ കാറും ഒരു വലിയ സ്ഥാനവും തരാനല്ല You were not വിളിച്ചിരിക്കുന്നത്. called to have a big house and a big car and a big place in this world. ഇവിടെ വായിച്ച വാക്യം ശ്രദ്ധിച്ചേ. But look at the scripture we read. നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? What were you called to? നിത്യ തേജസ്സിനായി. Eternal glory. വിളിയെ മറക്കരുത്. Do not forget your calling. വിളിയെ സംശയിക്കരുത്. Do not doubt your calling. വിളിയെ നിങ്ങൾ ഉപേക്ഷിച്ചു. Do not reject your calling. ഇനി നോക്കിയ പത്രോസ് 1:4 വായിച്ചേ. 1 Peter നിങ്ങൾ എന്തിനാ വീണ്ടും ജനിച്ചിരിക്കുന്നത്? 1 verses 4, why were you born again? Praise the Lord. വായിക്കേ. സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. What has been reserved in heaven for you?
ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിച്ചിരിക്കുന്നു. An inheritance incorruptible, undefiled, and does not fade away. ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ജന്മം പ്രാപിച്ചവരാണോ? Are you here who are born again? പെന്തിക്കോസ്തുകാരായിരിക്കാം. You may be Pentecost. That is correct. You may be baptized. Praise the Lord. ആരാധിക്കുന്നവരായിരിക്കാം. You may be those who worship. ദശാംശം കൊടുക്കുന്നവരായിരിക്കാം. You may give your tithes. വീണ്ടും ജനിച്ചോ? But are you born again? വീണ്ടും ജനിച്ചില്ലെങ്കിൽ, If you're not born again, വീണ്ടും ജനിച്ചില്ലെങ്കിൽ, if you're not born again, സ്വർഗ്ഗത്തിലെ ഒരു അവകാശവും നിനക്ക് കിട്ടുകയില്ല. you will not have inheritance in heaven. Praise the Lord. Amen. ഈ കഷ്ടം സഹിക്കുന്നത് എന്തിനാ? Why do you suffer? ഈ ഉപദ്രവങ്ങൾ സഹിക്കുന്നത് എന്തിനാ? Why do you enjoy persecution? ഈ നിന്ദ സഹിക്കുന്നത് എന്തിനാ? Why are you reproached? എന്തിനാ സമുദായം വിട്ട് വലിയ പള്ളികൾ വിട്ട് ഇറങ്ങിയത്? Why did you leave your traditions behind after this? ആമേൻ. Amen. വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. It is because you are born again. എന്തിനു വേണ്ടി വീണ്ടും ജനിച്ചു? What were you born again unto? യേശു തന്നെ പറഞ്ഞല്ലോ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. Christ said he is not born of water and the spirit will not enter the kingdom of heaven. വീണ്ടും ജനിച്ചത് എന്തിനു വേണ്ടിയാ? Why were we born again? സ്വർഗ്ഗത്തിൽ In heaven നിനക്ക് വേണ്ടി for us. നീ സൂക്ഷിച്ചിരിക്കുന്ന That which is reserved അവകാശത്തിനായി is an inheritance. എത്ര പേർക്ക് വിശ്വസിക്കാൻ How കഴിയുന്നു? many of you can believe this? ഞാൻ അവകാശം പ്രാപിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി Raise your hands if you know you will receive an inheritance. Praise the Lord. Amen. Praise the Lord. Amen. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചത് സ്വർഗ്ഗത്തിലെ അവകാശത്തിന് വേണ്ടി. Meaning you're born again into the inheritance in heaven. വിളിക്കപ്പെട്ടത് എന്തിനാ? What were you called for? നിത്യതേജസ്സിനായി. For eternal glory. മറക്കല്ലേ. Do not forget. Amen. Praise the Lord. Amen. ആമേൻ. പത്രോസിന് ആ ഉറപ്പുണ്ടായിരുന്നു. Peter had that guarantee. 5:1. 5 verses 1. Praise the Lord. Amen. ക്രിസ്തുവിന്റെ ഘട്ടാനുഭവങ്ങൾക്ക് കൂട്ടാളിയും, A witness of the suffering of Christ വെളിപ്പെടുവാനുള്ള തേജസ്സിന് and കൂട്ടാളിയും, a partaker of the glory which will be revealed. പത്രോസിന് ആ And ഉറപ്പുണ്ടായിരുന്നു. Peter had that guarantee. പെന്തക്കോസ്തുകാരായ നമുക്ക് ആ ഉറപ്പുണ്ടോ? But do we have that guarantee കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളി, that we are partakers of the suffering of Christ വെളിപ്പെടുവാനുള്ള തേജസ്സിന് അവകാശി, and inheritors of the glory to be revealed? ഞാനത് പ്രാപിക്കുമെന്ന് That പത്രോസിന് Peter ഉറപ്പുണ്ടായിരുന്നു. knew that he will receive it. മക്കളേ, Dear ഈ believers, വർഷത്തിന്റെ ആദ്യത്തെ in ഞായറാഴ്ചയിൽ the first week of this year, ഈ ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം പോകാൻ. you must receive this guarantee. Amen. Hallelujah. Praise the Lord. Amen. ചില വാക്കുകളുടെ Few more words. Amen. ഒന്ന് തീർക്കാതെ പോകാൻ പ്രയാസമാണ്. It's difficult to finish without ending it. തേജസ്സിന് പല അളവുകളുണ്ട്. There are different measures to glory. 2 കൊരിന്ത്യർ 4:17 വായിക്കാം. 2 Corinthians 4 verses 17. Yes, പെട്ടെന്ന് വായിക്കാം. Yes. തേജസ്സിന്റെ നിത്യഘനം. The eternal weight of glory. നാം അനുഭവിക്കുന്ന കഷ്ടതകളാണ് Our light affliction തേജസ്സിന്റെ ഘനം വർദ്ധിപ്പിക്കുന്നത്. increases the weight of ഞാൻ glory. പ്രാപിക്കാൻ പോകുന്ന തേജസ് The glory that we will receive ഞാൻ അനുഭവിച്ച കഷ്ടതയ്ക്ക് അനുസരിച്ച് will be according to the suffering you ഇവിടെ experience. ഘനമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രകാശമെന്നാണ് The അതിന്റെ അർത്ഥം. weight is a light. ഇവിടെ 110 വോൾട്ട് ആണ് അല്ലേ? We have lights that are 110 പല volts. നിലയിലുള്ള ഉപകരണങ്ങൾ അതിന്റേതായ ആംബിയർ അനുസരിച്ച് വർക്ക് And ചെയ്യുന്നു. different instruments work according to the electricity in it. Praise the Lord. Amen. എന്നതുപോലെ In the same way, ഈ കറണ്ട് വ്യാപിക്കുമ്പോൾ and as this power goes to this instrument, നമ്മളൊക്കെ അനുഭവിച്ച കഷ്ടതയ്ക്ക് അനുസരിച്ച പ്രകാശം and കൂടുന്നു. as the suffering we have experienced, the light in our glory ഓ grows. അങ്ങനെയാണെങ്കിൽ If that be the ആ case, തേജസ്സിന്റെ നിത്യഘനം the weight of that eternal glory നമുക്കായി കാത്തിരിക്കുകയാണ്. is waiting for us. നീ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് അനുസരിച്ച് ആ തേജസ്സിന്റെ പ്രകാശം വർദ്ധിക്കാൻ The പോകുകയാണ്. light of the glory will increase according to the suffering you ഈ experienced. ബ്രദറിന് കൂടുതൽ കഷ്ടം അനുഭവിച്ച് തേജസ്സിന്റെ പ്രകാശം കൂടി ലഭിച്ചാൽ ഞാൻ അസൂയപ്പെട്ടിട്ടൊന്നും If I കാര്യമില്ല. get more glory because of the suffering I experience, there's no point in being jealous. കാരണം ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾക്കനുസരിച്ച് തേജസ്സിന് പ്രകാശം Because the കിട്ടുകയുള്ളൂ. light of the glory is based on how much I suffered. Praise the Lord. അങ്ങനെ Amen. നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ Meaning, will you submit yourself to the presence of God? കുറിച്ച് അറിവില്ലാതെ പോകരുത്. Do not be ignorant about this truth. Praise the Lord. Amen. അങ്ങനെ ആമേൻ. ഈ കൊരിന്ത്യ ലേഖനത്തില് 15-ാം അധ്യായം അതിന്റെ
40 വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും വീട്ടിൽ ചെന്ന് വായിച്ചൊന്ന് ശ്രദ്ധിക്കണം. You must go home, read 1 Corinthians 15 verses 40 and every word that is used there. Praise the Lord. Amen. Amen. അങ്ങനെ വായിച്ചു വരുമ്പോൾ, And as you read through that, Amen, ദൈവമക്കൾ തേജസ്സിൽ ഉയർക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അവിടെ the വെളിപ്പെടുത്തുകയാണ്. Holy Spirit is revealed that the children of God will be raised in glory. Praise the Lord. കർത്താവിന്റെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്ന രണ്ടാമത്തെ മടങ്ങിവരവിന്റെ ആദ്യത്തെ ഘട്ടമാണ്. We see the return of Christ happening in the clouds. അവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. And in 1 Thessalonians it reads, those who died in Christ will be risen first. അതിനുശേഷം And after that, ജീവനോടെ ശേഷിക്കുന്നവർ തേജസ്സ് പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ we who are still alive will be turned to glory and accept him. Oh, hallelujah. Amen. Hallelujah. Amen. അന്ന് നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിക്കാൻ പോവുകയാണ്. And we will receive a glorious body. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ഏത് ശരീരത്തോടെ വന്നോ ആ ശരീരമോ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ We will receive the same body that Christ had when he was resurrected. Praise the Lord. Amen. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe this? ഞാൻ തേജസ്സിൽ എൻ്റെ കർത്താവിനെ കാണും. We will see our Lord in ഞാൻ glory. തേജസ്സിൽ എൻ്റെ കർത്താവിനെ കാണും. We will see our Lord in glory. We will see our Lord in glory. And this body with disease will be gone. This lowly body will be gone. Our body will be a body of glory. And it's for this hope that we wait. It is for this eternal glory we wait. In the start of this 2026 year, we must renew this hope within us. You must not live without hope. And with that you must experience the fullness of the Spirit. Only then will you be transformed. It is the Holy Spirit that transforms us and takes us to heaven. Which is why the men of God say everyone must receive the Spirit. Which is why honoring holiness and purity for the return and coming of Christ. With hope we must wait. And for that may the Lord prepare us. For that may the Lord help us. And may he give us strength for that. എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവദാസരോടും കുടുംബത്തോടും ആമേൻ ഞാൻ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.